إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, മനുഷ്യരായ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വരുമാനം, സമ്പത്തുണ്ടാകുക എന്നുള്ളത് അനിവാര്യമാണ്. ഓരോരുത്തരുടെയും വരുമാന മാർഗങ്ങൾ വൈവിധ്യമാണ്. ചില ആളുകൾ കൃഷി ചെയ്തുകൊണ്ട് വരുമാന മാർഗം കണ്ടെത്തുന്നു. മറ്റു ചില ആളുകൾ കച്ചവടം ചെയ്തുകൊണ്ട് വരുമാനം കണ്ടെത്തുന്നു. അതല്ലെങ്കിൽ ചിലർ മറ്റു പല മേഖലകളിലും തൊഴിലെടുത്തുകൊണ്ട് വരുമാനം കണ്ടെത്തുന്നു. ഏതു മേഖലയായാലും അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിനു വേണ്ടിയുള്ള ഒരു വരുമാന മാർഗത്തിനുള്ള തൊഴിലുകളാണ്. അതുകൊണ്ട് തന്നെ തൊഴിലിനെ സംബന്ധിച്ചും തൊഴിൽ മേഖലയിൽ തൊഴിലാളിയും അതുപോലെ തന്നെ ഉടമസ്ഥനും ഉണ്ടാകും. ഇവർക്കൊക്കെ ഇസ്ലാമിൽ കൃത്യമായ ചില കാഴ്ചപ്പാടുകളും ചില മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഇന്നലത്തെ ദിവസം ലോക തൊഴിലാളി ദിനമായി കൊണ്ടാണ് ആചരിക്കപ്പെടുന്നത്. ആ ദിനത്തിൽ തൊഴിലിനെ കുറിച്ചും തൊഴിലാളികളെ കുറിച്ചുമുള്ള അവരുടെ അവകാശത്തെ കുറിച്ചുമുള്ള വർത്തമാനങ്ങളും ചർച്ചകളും അതല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ലേഖനങ്ങളോ ഫീച്ചറുകളോ ഒക്കെ വായിക്കുകയോ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുള്ളവരാകാം നാം ഓരോരുത്തരും. എന്നാൽ തൊഴിലിനെ സംബന്ധിച്ചും തൊഴിലാളിയെ സംബന്ധിച്ചും തൊഴിൽ നൽകപ്പെടുന്ന ഉടമസ്ഥനെ സംബന്ധിച്ചും ഇസ്ലാമിന് കൃത്യമായ ചില കാര്യങ്ങൾ പറയാനും പഠിപ്പിക്കാനും ഉണ്ട് എന്നുള്ളതാണ്. അതിലൊന്നാമത് തൊഴിൽ തന്നെയാണ്. ഇസ്ലാം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു മതം കൂടിയാണ്. തൊഴിലെടുത്തുകൊണ്ടാണ് ജീവിക്കേണ്ടത്. ആ തൊഴിലെടുത്ത് ജീവിക്കുന്നതിന് ഇസ്ലാം അങ്ങേയറ്റം പ്രാധാന്യം നൽകുകയും അതിനുവേണ്ട പ്രോത്സാഹനം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകും. അലസതയെ, യാതൊരു തൊഴിലും ചെയ്യാതെ ജോലിക്ക് പോകാതെ പണിയൊന്നും എടുക്കാതെ അലസമായി കഴിഞ്ഞുകൂടുന്നതിനെ ഇസ്ലാം ശക്തമായി താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, പകലിനെ നിങ്ങൾക്ക് ജീവിതത്തിൽ അധ്വാനിക്കാനുള്ള വരുമാന മാർഗത്തിനുള്ള ഒരു ഉപാധിയായി അള്ളാഹു നിങ്ങൾക്ക് പകലിനെ നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് വെള്ളിയാഴ്ച ദിവസത്തിൽ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ജുമുഅ, ആ സൂറത്തുൽ ജുമുഅയുടെ അവസാന ഭാഗത്തുള്ള ആയത്തിൽ അല്ലാഹു പറഞ്ഞത്
ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൻതശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. നിങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ നിർവഹിച്ചു കഴിഞ്ഞാൽ ഫൻതശിറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങണം, ഭൂമിയിൽ നിങ്ങൾ വ്യാപിക്കണം. എന്നിട്ട് ഫബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടുകയും കണ്ടെത്തുകയും ചെയ്യണമെന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞതാ, നമ്മോട് കൽപ്പിച്ചതാ. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും. അല്ലയോ സത്യവിശ്വാസികളെ, അൻഫിഖൂ, നിങ്ങൾ ചിലവഴിക്കണം. എവിടെ നിന്ന് ചിലവഴിക്കണം? മിൻ ത്വയ്യിബാതി മാ കസബ്തും, നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യത്തിൽ നിന്ന് ഏറ്റവും വിശിഷ്ടമായ ഏറ്റവും നല്ലതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുകയും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയുണ്ടായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുൽ കസ്ബി ബൈഉൻ മബ്റൂറുൻ വഅമലു റജുലി ബിയദിഹി എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏറ്റവും നല്ല വരുമാനം, ഖൈറായ അഫ്ളലായ വരുമാനം എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹീതമായ മബ്റൂറായ കച്ചവടമാണ്. പ്രവാചകൻ പറഞ്ഞ് അവസാനിച്ചില്ല, വഅമലു റജുലി ബിയദിഹി, സ്വന്തം കൈകൾ കൊണ്ട് ജോലി ചെയ്ത് ഒരു മനുഷ്യനുണ്ടാക്കുന്ന അധ്വാനമാണ്, സമ്പാദ്യമാണ് ഏറ്റവും വലിയ ഖൈറായ അഫ്ളലായ സമ്പാദ്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അകല അഹദുൻ തുആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. ഒരാൾ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് സ്വന്തം തൊഴിൽ ചെയ്ത് ജോലി ചെയ്ത് അതുകൊണ്ട് ഭക്ഷിക്കുന്നതിനേക്കാൾ ഖൈറായ ഉത്തമമായ മറ്റൊരു ഭക്ഷണവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാ. ഇനിയും കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത്താജിറു സുദൂഖുൽ അമീൻ, സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ. രണ്ട് ഗുണങ്ങൾ: ഒന്ന് സ്വദൂഖായിരിക്കണം, സത്യസന്ധനായിരിക്കണം; രണ്ടാമതല്ല അമീനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. അങ്ങനെയുള്ള കച്ചവടക്കാരൻ മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ, അവൻ പ്രവാചകന്മാരോടൊപ്പം സിദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം ആയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? തൊഴിൽ ചെയ്ത് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ച നിർത്തിയില്ല. വിറക് വിറ്റ് ജീവിക്കലാണ് മറ്റുള്ളവരോട് യാചിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചു വാങ്ങുന്നതിനേക്കാൾ ഏറ്റവും ഖൈറായ ഉപജീവനമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലിഅൻ യഖുദ അഹദുകും ഹബ്ലഹു ഫയഹ്തതിബ അലാ ളഹ്രിഹി ഖൈറുൻ ലഹു മിൻ അൻ യഅതിയ റജുലൻ ഫയുസ്അലഹു അഅതാഹു ഔ മനഅഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലിഅൻ യഖുദ അഹദുകും, നിങ്ങളിൽ ഒരാൾ എടുക്കുക, എന്ത്? ഹബ്ലഹു, അവന്റെ കയറെടുക്കണം. എന്നിട്ട് ഫയഹ്തതിബ അലാ ളഹ്രിഹി, ആ കയറുകൊണ്ട് വിറക് കെട്ടി അത് തന്റെ പുറത്ത് ചുമന്നുകൊണ്ട് കൊണ്ടുപോയി വിറ്റ് അതുകൊണ്ട് ജീവിക്കലാണ് ഖൈറുൽ ലഹു മിൻ അൻ യഅതിയ റജുലൻ, ഒരു മനുഷ്യന്റെ അടുക്കൽ ചെല്ലുകയും ഫയുസ്അലഹു, എന്നിട്ട് അവനോട് യാചിക്കുകയും ചോദിക്കുകയും ചെയ്യുക. അഅതാഹു, അവൻ നൽകിയാലും ഔ മനഅഹു, അല്ലെങ്കിൽ അവൻ നൽകിയിട്ടില്ലെങ്കിലും. ഒരാളെടുത്ത് പോയി ചോദിച്ചാൽ അയാൾ തന്നാലും തന്നില്ലെങ്കിലും ഒക്കെ സ്വന്തം കയറെടുത്ത് വിറകുണ്ടാക്കി ആ വിറക് കൊണ്ട് വെച്ച് അതുകൊണ്ട് കിട്ടുന്ന സമ്പാദ്യമാണ് ഏറ്റവും ഖൈറായ സമ്പാദ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, പ്രവാചകന്മാരൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു. പല ജോലികളും പ്രവാചകന്മാർ ചെയ്തിട്ടുണ്ട്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം, ആ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വ ഇന്ന നബിയല്ലാഹ ദാവൂദ കാന യഅകുലു മിൻ അമലി യദിഹി. പ്രവാചകനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം സ്വന്തം കൈകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് ജീവിച്ച ആളായിരുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആട് മേച്ചിട്ടുണ്ട്. ഒരു ജോലിക്കാരനായി ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ആവശ്യപ്പെടുകയും 8 വർഷത്തോളം, അതല്ലെങ്കിൽ അധികമായി 2 വർഷം കൂടി 10 വർഷത്തോളം ആട് മേച്ച് ജോലി ചെയ്തിട്ടുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബിയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് കാന സക്കരിയ നജ്ജാറൻ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ലൊരു മരപ്പണിക്കാരനായിരുന്നു, നമ്മൾ പറയുന്ന ആശാരിയായിരുന്നു എന്ന്, നജ്ജാറായിരുന്നു എന്ന് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആട് മേച്ചിട്ടുണ്ട്, അവിടുന്ന് കച്ചവടം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല ജോലികളും പ്രവാചകന്മാർ ചെയ്തിട്ടുണ്ട് എന്ന് ഇസ്ലാമിക ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. പക്ഷേ ഇന്ന് നമ്മൾ അഥവാ മലയാളികൾ മടിയന്മാരായിരിക്കുന്നു, അല്ലെ? ജോലി ചെയ്യാൻ അലസന്മാരായിരിക്കുന്നു. കടലിനക്കരെ പോയിക്കൊണ്ട് ഗൾഫിൽ പോയി സമ്പാദിക്കാൻ, അല്ലെങ്കിൽ അങ്ങോട്ട് പോയാൽ അവിടെ ചെന്നാൽ എന്ത് ചോദ്യം ചെയ്യാതെ, യാതൊരു മടിയുമില്ലാതെ ഏത് ജോലി ചെയ്യാനും തയ്യാറുള്ള ആൾ സ്വന്തം നാട്ടിലേക്ക് അവിടുന്ന് സമ്പാദിച്ചു കൊണ്ടുവന്ന സമ്പാദ്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ തൊട്ടയൽ പ്രദേശമുള്ള സംസ്ഥാനത്തിലെ ആളുകൾ പലപ്പോഴും നമ്മിൽ നിന്ന് കൂലിയായി വാങ്ങിക്കൊണ്ടുപോകുന്ന അവസ്ഥയാണ് എപ്പോഴും നമ്മുടെ നാടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെയാണ് ഇസ്ലാം തൊഴിലിന് നൽകിയ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തൊഴിലാളികൾ അവർ മനസ്സിലാക്കേണ്ട അവർക്കുള്ള ബാധ്യതകളുണ്ട്, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. തൊഴിലുടമസ്ഥർ, മുതലാളിമാർ അവർ ചെയ്യേണ്ട അവർക്കുള്ള ബാധ്യതകളുണ്ട്. അതൊക്കെ ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞു തരികയും പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊന്നാമത് തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പണിയെടുക്കുന്നവർ, മറ്റുള്ള ആളുകൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നവർ, അതല്ലെങ്കിൽ സ്വന്തമായി ജോലി ചെയ്യുന്നവർ, ആ തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇസ്ലാം കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അമാനത്തുണ്ടാകണം, വിശ്വസ്തതയുണ്ടാകണം. അമാനത്ത് എന്ന് പറയുന്ന വിശ്വസ്തതയാ. തന്റെ ജോലിയിൽ കണിശതയും പാലിക്കുന്നവനായിരിക്കണം ഒരു മുസ്ലിം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അലസതയുണ്ടാകാൻ പാടില്ല. ഏൽപ്പിക്കപ്പെട്ട ജോലി അത് കൃത്യതയോടുകൂടി നിർവഹിക്കുക എന്നുള്ളത് അവന്റെ ബാധ്യതയാണ്. വൈകി വരികയും നേരത്തെ പോകുകയും ചെയ്യുക എന്നുള്ളത് ആ ജോലിയെ കാണിക്കുന്ന തെറ്റാണ്, അല്ലെങ്കിൽ അലസതയാണ്, അല്ലെങ്കിൽ അമാനത്ത് നഷ്ടപ്പെടുത്തലാണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറഞ്ഞതാണ്, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, തീർച്ചയായും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് അമാനത്തുകൾ, വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ, വിശ്വസ്തതകൾ അതതിന്റെ അവകാശികൾക്ക്, ആ അവകാശികളിലേക്ക് നിങ്ങൾ കൃത്യമായി നിർവഹിക്കണം. അതിന് യാതൊരു കോട്ടവും തട്ടാതെ, ഒരു ബന്ധവും വരാതെ അത് നിർവഹിക്കണമെന്ന് അള്ളാഹു നമ്മോട് കൽപ്പിച്ചതാണ്. നമ്മോടുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസ് എന്ന് പറയുന്ന അധ്യായത്തിൽ വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. മൂസാ നബി നാട് വിട്ടുപോയി ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ചെല്ലുന്നു. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ 2 പെൺമക്കളിൽ ഒരാളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ അവിടുന്ന് കൂലിക്കാരനായി ആടുമേക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പെൺമക്കളിൽ 2 ആളുകളിൽപ്പെട്ട ഒരു പെൺമകൾ തന്റെ ഉപ്പയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന ഖൈറ മൻ ഇസ്തഅജറത അൽ ഖബിയുൽ അമീൻ എന്നാണ്. നോക്കൂ, നിങ്ങൾ പിതാവിനോട് മകൾ പറയാ, എന്റെ പിതാവേ, താങ്കൾ ജോലിക്ക് നിശ്ചയിച്ചിട്ടുള്ള ആള്, ജോലിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ആള്, ആ ജോലി നിശ്ചയിച്ചിട്ടുള്ള കൊടുത്തിട്ടുള്ള ആള്, അയാള് ശക്തവാനും അല്ലമീൻ വിശ്വസ്തനുമാണ് എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇന്ന ഖൈറ മൻ ഇസ്തഅജർത, താങ്കൾ ജോലിക്ക് വെച്ച ആൾ ഏറ്റവും ഖൈറായ മനുഷ്യനാണ്. അൽ ഖബിയു അൽ അമീൻ, ഒന്നാമത്തെ അൽ അമീനാണ്, അയാൾ വിശ്വസ്തനാണ് എന്ന് ആ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൾ പിതാവിനോട് പറഞ്ഞത് സൂറത്തുൽ ഖസസിൽ അല്ലാഹു പറഞ്ഞത് കാണുവാൻ സാധിക്കും. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അദ്ദിൽ അമാനത ഇലാ മൻ യഅ്തമനക വലാ തഖുൻ മൻ ഖാനക എന്നാണ്. അദ്ദിൽ അമാന, നീ അമാനത്ത് നിർവഹിക്കണം, അമാനത്ത് വിശ്വസ്തത നിർവഹിക്കണം. ഇലാ മൻ യഅ്തമനക, നിന്നെ വിശ്വസിച്ചേൽപ്പിക്കും. അതുകൊണ്ട് തന്നെ ഒരു തൊഴിലാളിയാണോ തന്നെ ഏൽപ്പിച്ച തൊഴിൽ അത് ഉത്തരവാദിത്വത്തോടുകൂടി അമാനത്തോടുകൂടി നിർവഹിക്കാൻ സാധിക്കുക, അതിലൊരിക്കലും വഞ്ചന കാണിക്കാതിരിക്കുക. അതുകൊണ്ട് തൊഴിലാളികൾക്കുണ്ടാകേണ്ട, അല്ലെങ്കിൽ തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്,
അവൻ വിശ്വസ്തനായിരിക്കണമെന്ന് അത് ഇസ്ലാമിന്റെ അധ്യാപനമാണ്. രണ്ടാമത്, കഴിവും പ്രാപ്തിയും അവനുണ്ടാകണം. ചെയ്യുന്ന തൊഴില്, ആ ചെയ്യുന്ന ജോലിക്കുള്ള വിവരവും അതിനുള്ള കഴിവും അവനുണ്ടാകണം, അതിനുള്ള യോഗ്യത ഉണ്ടാകണം. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൾ തന്റെ പിതാവിനോട് പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞത് അൽ അമീൻ ആണെങ്കിൽ കൂടെ പറഞ്ഞിരുന്നു അൽ ഖവിയ്യുൽ അമീൻ. ഖവിയ്യാൻ, ശക്തവാനാണ്, കഴിവുള്ളവനാണ്, പ്രാപ്തിയുള്ളവനാണ്, ആ ജോലി ചെയ്യാൻ കഴിവുള്ള ആളെയാണ് താങ്കൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മകൾ തന്റെ പിതാവിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണിക്കുന്നത് എല്ലാവരും വ്യാജന്മാരാണ്, അല്ലെ? ഏത് രംഗത്ത് നോക്കിയാലും ഡോക്ടേഴ്സ് ആണെങ്കിലും വ്യാജന്മാരായ ഡോക്ടർമാർ, ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ജോലി നേടുന്ന, ഇങ്ങനെ പല വാർത്തകളും പലപ്പോഴും നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ ഏൽപ്പിച്ച ജോലി ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ളവനാകണം ഒരു തൊഴിലാളി. ആ തൊഴിലാളിക്ക് ഉണ്ടാകണമെന്ന് ഇസ്ലാം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, ഇസ്ലാം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്, താൻ ചെയ്യുന്ന തൊഴില് ആ തൊഴിലാളി തൃപ്തിയോടെയായിരിക്കണം നിർവഹിക്കേണ്ടത്, തൃപ്തിയോടുകൂടിയായിരിക്കണം ആ ജോലിയെയാണ് ചെയ്യേണ്ടത്. തന്നൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് ഒരാൾ, താനൊരു തൊഴിലാളിയാണ് എങ്കിൽ ചെയ്യുന്ന തൊഴിൽ എന്താണോ ആ തൊഴിലിനോട് തൃപ്തി ഉണ്ടാവുകയും തൃപ്തിയോടുകൂടി ആ തൊഴിൽ ചെയ്യുക എന്നുള്ളത് അവന്റെ ഉത്തരവാദിത്തമാണ്, അവന്റെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുകും അമലൻ അൻ യുത്ഖിനഹു എന്നാ. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇന്നല്ലാഹ യുഹിബ്ബു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും. ആരെയാ ഇഷ്ടപ്പെടുക? ഇദാ അമില അഹദുകും അമല, നിങ്ങളിൽ ഒരാൾ ഒരു തൊഴിൽ ചെയ്യുന്നു, നിങ്ങളിൽ ഒരാൾ ഒരു ജോലി ചെയ്യുന്നു. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അൻ യുത്ഖിനഹു, ഏറ്റവും നന്നായ രൂപത്തിൽ അവനെ ഏൽപ്പിക്കപ്പെട്ടതുപോലെ ആ തൊഴിലും ആ ജോലിയും അവൻ നിർവഹിക്കുകയാണെങ്കിൽ അവനെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. അവന്റെ ഉത്തരവാദിത്തമാണ്. നിർത്തിയില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു വാചകമേതാ? ഇദാ അദ്ദൽ അബ്ദു ഹഖ്ഖല്ലാഹി വഹഖ്ഖ മവാലിഹി കാന ലഹു അജ്റാനി എന്നാണ്. ഇദാ അദ്ദൽ അബ്ദു, ഒരടിമ നിർവഹിച്ചാൽ ഹഖ്ഖല്ലാഹ്, അല്ലാഹുവിനോടുള്ള ഹഖ്ഖുകൾ, അല്ലാഹുവിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ, അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ. ഒന്നാമത്തെ ബാധ്യത അല്ലാഹനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്, അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. ആ ഇബാദത്താകുന്ന ഹഖ് അതിനുടമസ്ഥൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് ഹഖ്ഖല്ലാഹ്, അല്ലാഹുവിനോടുള്ള ഹഖ്, അവന്റെ അവകാശം, അവന്റെ ഉത്തരവാദിത്വം അതവൻ നിർവഹിച്ചാൽ. രണ്ടാമത് വഹഖ്ഖ മവാലിഹി, തന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച തന്റെ മേലുദ്യോഗസ്ഥരാകട്ടെ അല്ലെങ്കിൽ തന്റെ സഹോദരങ്ങളാകട്ടെ, അങ്ങനെയുള്ള തന്റെ സഹോദരങ്ങളോട്, തന്റെ യജമാനന്മാരോട് അവന്റെ ഉത്തരവാദിത്വം അവൻ നിർവഹിച്ചാൽ ഫഖാന ലഹു അജ്റാനി, അവനിക്ക് 2 കൂലിയുണ്ട് എന്നാണ്, 2 പ്രതിഫലമുണ്ട് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. എന്താ 2 പ്രതിഫലം? ഒന്ന്, അവൻ അതിൽ വിശ്വസ്തത കാണിക്കുകയും അത് നന്നായി നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളത്. തൃപ്തിയോടുകൂടിയാണ് അത് അവൻ നിർവഹിക്കുന്നത് എങ്കിൽ, അഥവാ തന്റെ യജമാനനെ യാതൊരു വഞ്ചന കാണിക്കാതെ അത് നിർവഹിക്കാൻ സാധിച്ചാൽ അവർക്ക് 2 പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണത്. ഇനിയോ, ജോലിയിൽ അല്ലെങ്കിൽ തൊഴിലാളി എന്ന നിലക്ക് തൊഴിലാളി ശ്രദ്ധിക്കേണ്ട കാര്യ, അവന് ഒരിക്കലും വഞ്ചനയും ചതിയും ഉണ്ടാകാൻ പാടില്ല. തന്റെ യജമാനനെ, താൻ തൊഴിൽ വിളിച്ചിട്ടുള്ള തന്റെ അല്ലെങ്കിൽ തനിക്ക് തൊഴിൽ തന്നിട്ടുള്ള ആൾക്ക് അയാളെ ചതിക്കുക, അയാളെ വഞ്ചിക്കുക, അതുണ്ടാകാൻ പാടില്ല. കാരണം അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ വഞ്ചിക്കരുത്, വറസൂല, അല്ലാഹുവിന്റെ പ്രവാചകനെ നിങ്ങൾ വഞ്ചിക്കരുത്, വതഖൂനു അമാനാതികും, നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്തുകൾ അത് നിങ്ങൾ വഞ്ചിക്കരുത്, അതിന് നിങ്ങൾ വഞ്ചന കാണിക്കരുത്. എന്നിട്ടോ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരായിരിക്കെ, അഥവാ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് ഒരു ജോലിയെങ്കിൽ നിങ്ങളുടെ മുതലാളിയോട് അല്ലെങ്കിൽ ഉടമസ്ഥനോട് അതിൽ വഞ്ചന കാണിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അവിടുന്ന് പറഞ്ഞു തന്നതാ. ഇങ്ങനെ
തൊഴിലാളിയുമായി ബന്ധപ്പെട്ട് ഒരു തൊഴിലാളി എന്ന നിലക്ക് ആ തൊഴിലാളി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊരു തൊഴിലാളി എന്ന നിലക്ക്, അല്ലെങ്കിൽ അങ്ങനെ ജോലി ചെയ്യുന്ന ഒരാൾ എന്ന നിലക്ക് വിശ്വാസികളായ മുഅ്മിനുകളായ നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ട കടമകളും കാര്യങ്ങളും ആണ് എന്ന് മനസ്സിലാക്കുകയും അത് പാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, തൊഴിലിന്റെ പ്രാധാന്യവും തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് പറഞ്ഞത്. തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒരെണ്ണം കൂടി പറയാം ഇൻഷാ അല്ലാഹ്. തൊഴിൽ ഉടമകളായ ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 10ഓളം കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ്. അത് അടുത്ത ഖുതുബയിൽ സൂചിപ്പിക്കാം. അതുകൊണ്ടാണ് തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ട അവസാനത്തെ ഒരു കാര്യം, അപകർഷതാബോധം ഉണ്ടാവേണ്ടതില്ലാണ്. ഏത് ജോലിയും ചെയ്യാം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മുസ്ലിം എന്ന നിലയ്ക്ക് ഏത് ജോലി അതിലൊരു അപകർഷ ഇന്ന ജോലി എന്നുള്ളതാണ്. ഹലാലായ മാർഗമാകണമെന്നു മാത്രം, ഹറാമാകണം. ഏത് ജോലി ചെയ്യാം ഹലാലായ മാർഗമാകണമെന്ന് മാത്രം. അങ്ങനെ ഏത് ജോലി ചെയ്താൽ അത് അങ്ങനെ ജോലി ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ തൊഴിലെടുക്കുക എന്നുള്ളത് ഒരു അപകർഷതാ ബോധവും ഒരാൾക്കും ഉണ്ടാകണ്ട. ഞാൻ ഇന്ന ജോലിയല്ലേ ചെയ്യണത്, ഇന്നത് ജോലിയാണല്ലോ ഒന്നും. കാരണം എന്താ, ഇസ്ലാം ഹറാമല്ലാത്ത ഹലാലായ മാർഗമായ ഏത് ജോലിയും ഒരാൾക്കും ചെയ്യാം എന്നുള്ളതാണ്. അതിലൊരു അപകർഷാബോധം ഉണ്ടാകുന്നതാണ്. കാരണം എന്താ, അത് റബ്ബിന്റെ മാർഗത്തിലുള്ള ഒരു പ്രയത്നം കൂടിയാണ്, അതിന് പ്രതിഫലമുണ്ട്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുദീർഘമായ ഒരു ഹദീസ്, ആ ഹദീസിന്റെ അവസാന ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ ഖറജ യസ്ആ അലാ വലദിഹി സിആറൻ ഫഹു ഫീ സബീലില്ലാഹ്. ഒരാൾ, തനിക്ക് ചെറിയ കുട്ടികളുണ്ട്, ആ കുട്ടികളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരാൾ അധ്വാനിക്കാൻ പോവാൻ. ആ കുട്ടികളെ പോറ്റണം, തന്റെ കുടുംബത്തെ പോറ്റണം, അവർക്ക് ചെലവിന് കൊടുക്കണം. അത് വിചാരിച്ചാണ് ഒരാൾ ജോലിക്ക് ഇറങ്ങി പുറപ്പെടുന്നത് എങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ് റസൂൽ പറഞ്ഞത്. ഇനിയോ, വഇൻ കാന ഖറജൻ യസ്ആ അലാ അബവൈഹി ശൈഖൈനി ഫഹുവ ഫീ സബീലില്ലാഹ്. ഒരാൾ വൃദ്ധരായ മാതാപിതാക്കളുണ്ട്, പ്രായം ചെന്ന. മറ്റൊരു റിപ്പോർട്ടിൽ അബവൈനി ശൈഖൈനി കബീറൈനി എന്ന് കൂടി ഉണ്ട്. ശൈഖൈനി അഥവാ വളരെ വൃദ്ധരായ പ്രായം ചെന്ന മാതാപിതാക്കൾ. ആ മാതാപിതാക്കളെ പോറ്റാൻ, അവർക്ക് ചെലവിന് കൊടുക്കാൻ, അവരെ നോക്കാൻ വേണ്ടിയാണ് ഒരാൾ ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോകുന്നത് എങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യം തൊക്കണ്ട് പോട്ടെ, വഇൻ കാന ഖറജ അലാ നഫ്സിഹി യഅഫുഹാ ഫഹുവ ഫീ സബീലില്ലാഹ്. ഒരാൾ സ്വന്തം നഫ്സിന്റെ ഇഫ്ഫത്തിന് വേണ്ടി മറ്റുള്ളവരോട് ചോദിക്കണ്ട, അവരോട് യാചിക്കണ്ട, മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട കാര്യമില്ല. സ്വന്തമായി അധ്വാനിക്കുകയും അതിലൂടെ തന്റെ വരുമാനം കണ്ടെത്തുകയും തനിക്ക് ജീവിക്കാനുള്ള വക കണ്ടെത്തുകയും ചെയ്ത് ഇഫ്ഫത്ത് ലഭിക്കാനാണെങ്കിൽ അവനുള്ളത് കൊണ്ട് തൃപ്തിയടഞ്ഞ് അതുകൊണ്ട് അഭിമാനം കൊള്ളാനും അതുകൊണ്ട് അവന്റെ ആഫിയത്ത് ഉണ്ടാക്കുവാനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരാൾ ഒരു തൊഴിലിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് എങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, 3 കാര്യം ഈ ഹദീസ് തന്നെ പറഞ്ഞു. ഹദീസിന്റെ അവസാനത്തിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഒന്ന്, മക്കളെ പോറ്റാൻ വേണ്ടി ജോലി ചെയ്യുന്നവൻ, അത് ഹലാലായ മാർഗമാണെങ്കിൽ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. മാതാപിതാക്കളെ പറ്റി പോറ്റാൻ വേണ്ടി ജോലി ചെയ്യുന്നവൻ ഹലാലായ മാർഗത്തിലാണെങ്കിൽ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. സ്വന്തം ഇഫ്ഫത്തിന് വേണ്ടി മറ്റുള്ളവരോട് യാചിക്കാതെ തന്റെ കാര്യങ്ങൾ മാത്രം നടത്തുന്നതിന് വേണ്ടി ഒരാൾ ജോലി ചെയ്താൽ അയാൾ അല്ലാഹുവിന്റെ മാർഗത്തിലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഈ ഹദീസിന്റെ അവസാനത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു റസൂലുള്ളാഹി, വഇൻ കാന ഖറജ യസ്ആ റിയാഅൻ വമുഫാഖറതൻ ഫഹുവ ഫീ സബീലി ശൈത്വാൻ. ഒരാള് ദുരഭിമാനത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടിയാണ് ഒരു ജോലിയിലേക്ക് വേണ്ടി പുറപ്പെടുന്നത് എങ്കിൽ ഫഹുവ ഫീ സബീലി ശൈത്വാൻ, അവൻ പിശാചിന്റെ മാർഗത്തിലാണ്. ഈ ഹദീസിന്റെ അവസാനത്തിലാണ് പൊങ്ങച്ചം കാണിക്കാൻ, ആളുകൾക്കിടയിൽ ദുരഭിമാനം ഉണ്ടാകാൻ, ദുരഭിമാനം നടിക്കാൻ, പൊങ്ങച്ചം കാണിക്കാനും പൊങ്ങച്ചം നടിക്കാനും, അങ്ങനെയാണ് ഒരാൾ ജോലി ചെയ്യുന്നത് എങ്കിൽ ഫഹുവ ഫീ സബീലി ശൈത്വാൻ, അവൻ ശൈത്താനിന്റെ മാർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് എല്ലാറ്റിലും ഉപരിയായി എന്റെ വരുമാന മാർഗമാണെന്ന് വിചാരിച്ച് അങ്ങനെ ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കണം
ഒരാൾ തൊഴിലാളി അല്ലെങ്കിൽ ഒരു പണിയെടുക്കുന്നവൻ ജോലി ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ തൊഴിലാളി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി തൊഴിൽ നൽകുന്ന ഉടമസ്ഥരുണ്ട്, അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവർക്കും ബാധകമാണ് തന്റെ തൊഴിലാളിയോട് എങ്ങനെയായിരിക്കണം അവൻ ഉണ്ടാകേണ്ടത്, ആ രംഗത്ത് അവൻ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത്, ഇസ്ലാം കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത ആഴ്ച പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീഖും ആഫിയത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുർ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികൾ അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾ അള്ളാഹു അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. അള്ളാഹു അവർക്ക് വിജയം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم دمر أعداءنا وأعداء الدين. اللهم دمر أعداءنا وأعداء المسلمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه وأصحابه أجمعين والحمد لله رب العالمين.